രാത്രിയൊക്കെ പെട്ടെന്ന് ഒരു പൂതി വരുത്ത എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നും കഴിക്കണം. ഇക്കാക്ക ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല മിസ്സാണ്. അപ്പോൾ രാത്രി ആയപ്പോൾ ഞാനും നാത്തൂനും കൂടിയും ഈ സ്വകാര്യം പറിച്ചിൽ തുടങ്ങിയപ്പോഴേ നമുക്ക് സംശയമായി എന്തോ പൈസ പൊട്ടാനുള്ള പണി ഒരൊപ്പിക്കുന്നുണ്ട് എന്ന്. എന്തോ പൊതുവേ പുറത്തുനിന്നും വാങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ പറയുന്നതാ, എന്തിനാ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കണേ അത് ഇത് എന്നൊക്കെ. ഇന്നെന്തോ പറഞ്ഞില്ല, പോയി വാങ്ങിക്കുമെന്ന് പറഞ്ഞ്. കേൾക്കേണ്ട താമസം ഞാനും നാത്തൂനും കൂടി പറന്നിട്ടിട്ട് ഒറ്റ ഓട്ടോ ഓടി. കാരണം ഇനി എപ്പോഴും വാക്ക് മാറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ വേഗം പോയി വാങ്ങി വരാം. കുട്ടികളൊക്കെ അവിടെ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പ്രശ്നക്കാരാവണതിൻ്റെ മുന്നേ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ വേഗം പോയിട്ട് പുറത്തുനിന്ന് സാധനമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വിട്ട്. ഇത് ഞങ്ങളടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഓർഡർ ചെയ്ത് ഇനി കുറച്ച് നേരം ടൈം ഉണ്ടല്ലോ കിട്ടാൻ. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അടുത്തുള്ള ബേക്കറിയിൽ പോയി. അവൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബേക്കറി പോയി. അപ്പം ഉണ്ട് അവിടെ കുറേ ദീപാവലി മുട്ടായി കണ്ടിരിക്കണം. ഇവൾ ഇതൊന്നും നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഇവൾക്ക് ആകെപ്പാട് ടെൻഷൻ. ഇനി ഇതിപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ കുറച്ച് ബേക്കറി മേടിച്ച് പിന്നെ അവിടുന്ന് ഫുഡും മേടിച്ച് അവൾ പിടിച്ച് പോകുന്നുണ്ട്. സന്തോഷം കൊണ്ടാണ്. വീട്ടിൽ പോയിട്ട് ഒരു നിമിഷം പോലും വെച്ചില്ല. അല്ല രാത്രി 10 മണി 11 മണിക്ക് തിന്നണം നമ്മളാണ്. ഇത് വേഗം പോയി തിന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക്